ഇലക്ട്രോണിക് ഡിവൈസസിലെ PYQ ആണ്. അതായത് അപ്ഡേറ്റഡ് സിലബസിൽ ഒഴിവാക്കിയതൊന്നും ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, സ്ട്രിക്ട്ലി അക്കോർഡിംഗ് ടു ദി അപ്ഡേറ്റഡ് സിലബസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. എ ഫുൾ വേവ് റെക്ടിഫയർ സർക്യൂട്ട് കൺസിസ്റ്റ് ഓഫ് 2 PN junction diodes, a center tapped transformer, capacitor and a load resistance. Which of these components remove AC ripple from the rectified output? Capacitor ആണ് AC ripple remove ചെയ്യുക. അതിന് നമ്മൾ പറയുക ഫിൽറ്റർ സർക്യൂട്ട് എന്നാണ് പറയുക. ആയിക്കോട്ടെ, ഫിൽറ്റർ. പിന്നെ the incorrect statement about the property of a Zener diode. P and N regions of Zener diode are heavily doped. Zener voltage remains constant at breakdown. It is designed to operate under reverse bias. Depletion region formed is very wide. ഇതാണ് അവിടെ wrong statement. ബാക്കിയുള്ളതെല്ലാം കറക്റ്റാണ്. Next, see, in the given circuit 1, 2 and 3, the potential drop across the 2 PN junctions are equal. അതിൽ നമുക്ക് ഇവിടെ നോക്കൂ, ഇവിടെ ഈ സെല്ലിൻ്റെ പോസിറ്റീവ് പോൾ എടുത്തിട്ടാണ് പി ടൈപ്പിലേക്ക്. ഓക്കെ, അതേപോലെ പോസിറ്റീവ് പോളാണ് ഇതിൻ്റെയും പി ടൈപ്പിലേക്ക്. അതായത് ഇവിടെ രണ്ട് ഡയോഡും ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഹിയർ ബോത്ത് ദ ഡയോഡ്സ് ആർ ഫോർവേഡ് ബയാസ്ഡ്, ബോത്ത്. അതേപോലെ ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ ഫസ്റ്റ് ദിസ് വൺ ഈസ് ഫോർവേഡ് ബയാസ്ഡ് ബട്ട് ദിസ് വൺ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഇവിടെ നമുക്ക് എന്താണെന്നറിയോ, ഇവിടെ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്, ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് നോക്കൂ, ഇവിടെ രണ്ടും ഫോർവേഡ് ബയാസ്ഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് ഡയോഡിലും ഒരേ വോൾട്ടേജ് ആവും, ഇവിടെയും രണ്ട് ഡയോഡിലും ഒരേ വോൾട്ടേജ് ആവും. അപ്പോൾ സർക്യൂട്ട് 1 and 3 ആണ്. അപ്പോൾ ബോത്ത് 1 and 3. ഓക്കെ, മറ്റേ ഇവിടെ ഒരെണ്ണം ഫോർവേഡും ഒരെണ്ണം റിവേഴ്സും ആണ്. അപ്പോൾ രണ്ടിലും ഉണ്ടാകുന്ന വോൾട്ടേജ് ഡ്രോപ്പ് ഡിഫറെൻ്റ് ആവും. In half wave rectification, if the input frequency is 60 Hz, then the output frequency would be. അതിൽ നോക്കൂ, ഇൻപുട്ട് സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇവിടം വരെയാണ് ഇൻപുട്ട് സൈക്കിൾ. ഓക്കെ, റെക്ടിഫൈഡ് ഔട്ട്പുട്ട് ഇതാണ്. നോക്കൂ, അവിടെയും ഇതാണ് ഒരു സൈക്കിൾ. ഇവിടുന്ന് ഇവിടം വരെ എത്തുമ്പോഴേ ഒരു സൈക്കിൾ ആവും. അപ്പോൾ ഇൻപുട്ട് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്ന അതേ സമയം കൊണ്ടാണ് ഔട്ട്പുട്ടും ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി തന്നെയാണ് ഔട്ട്പുട്ടിലും വരിക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻപുട്ട് 60 Hz ആണെങ്കിൽ ഔട്ട്പുട്ടും 60 Hz തന്നെ. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് റെപ്രസെൻറ്റ്സ് ഫോർവേഡ് ബയാസ് ഡയോഡ്? ഈ ഡയോഡ് ഫോർവേഡ് ബയാസ് ആവണമെങ്കിൽ നോക്കൂ, ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ വേണം. ഓക്കെ, ഇവിടെ ഹയർ പൊട്ടൻഷ്യൽ പിയിൽ. ഓക്കെ, ഇതാണ് പി, റൈറ്റ്, ഇതാണ് എൻ. പിയിൽ ഹയർ ആവണം. ഇവിടെ നോക്കൂ, ഇവിടെ -4, ഇവിടെ -3 ആണ്. -4 പറഞ്ഞാൽ ലോവർ പൊട്ടൻഷ്യലാണ്, ഫോർവേഡ് ബയാസ്ഡ് അല്ല, റിവേഴ്സ് ബയാസ്ഡാ. ഇവിടെ +2, ഇവിടെ -2, ലോവർ പൊട്ടൻഷ്യലാണ്, റിവേഴ്സ് ബയാസ്ഡാ. ഇവിടെ 5 ആണ്, ഇവിടെ 3 ആണ്. അപ്പോഴെന്താ നോക്കൂ, ഇവിടെ ഈ 3 എന്ന് പറഞ്ഞാൽ 5-നേക്കാൾ ചെറുതാണ്, ഇത് റിവേഴ്സ് ബയാസ്ഡാ. ഇവിടെ -2 ആണ്, ഇവിടെ 0 ആണ്. -2-നേക്കാൾ വലുതാണ് 0. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആണ്, അത് മാത്രമാണ് അവിടെ ഫോർവേഡ് ബയാസ്ഡ് ആയിട്ടുള്ളത്. ഇതാണ് പി, ഇതാണ് എൻ. അതിൽ ആ പി ഷുഡ് ബി കണക്റ്റഡ് ടു ദ ഹയർ പൊട്ടൻഷ്യൽ സോ ആസ് ടു ഫോർവേഡ് ബയാസ് ദ ഡയോഡ്സ്. നെക്സ്റ്റ്, കൺസിഡർ ദ ജംഗ്ഷൻ ഡയോഡ് ആസ് ഐഡിയൽ. ഓക്കെ, ദ വാല്യൂ ഓഫ് കറന്റ് ത്രൂ AB ഈസ്, അവിടെ നോക്കൂ, ഇവിടെ +4 ഉണ്ട്, ഇവിടെ -6 ഉണ്ട്. അപ്പോൾ ഇത് ഐഡിയൽ ഡയോഡ്. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ്ഡ് ആകുമ്പോൾ വെറും ഷോർട്ട് ആയിട്ടിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് പറയാം, കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഡിവൈഡഡ് ബൈ റെസിസ്റ്റൻസ്. അപ്പോൾ 4 - -6 ഡിവൈഡ് ബൈ 10⁻³ ആണ്, 1 കിലോ ഓം. ഓക്കെ, അപ്പോൾ നമുക്ക് 10 ഡിവൈഡ് ബൈ 10⁻³ പറഞ്ഞാൽ 10⁻² ആംപിയർ വരും. അതായത് ഇതാണ് കറക്റ്റ് ഓപ്ഷൻ. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇഫ് in a PN junction a square input signal of 10 volt is applied as shown, then the output across RL will be. അതിൽ ഇത് ആക്ച്വലി എന്താണെന്നറിയോ, നോക്കൂ, ഇവിടെ ഈ മൈനസ് ആവുന്ന സമയത്ത് ഇവിടെ ഡയോഡ് റിവേഴ്സ് ബയാസ്ഡ് ആണ്. അപ്പോൾ അത് കാരണം ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവും. നോക്കൂ, ഇവിടെ അത് കഴിഞ്ഞ് ഇവിടെ ഫോർവേഡ് ബയാസ്ഡ് ആണ്, ഔട്ട്പുട്ട് വോൾട്ടേജ് 5. പിന്നെ അത് കഴിഞ്ഞ് ഇവിടെ വീണ്ടും 0 ആവും. കാരണം -5 അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ റിവേഴ്സ് ബയാസ്ഡാ. അപ്പോൾ 0, 5, 0 അങ്ങനെയാണ് ഔട്ട്പുട്ട് വരേണ്ടത്. 0, 5, 0 ഔട്ട്പുട്ട് വരേണ്ടത് അതാ. അപ്പോൾ ഇതാണ് 0, 5, 0. ഇവിടെ നോക്കി, 0, പിന്നെ 5, പിന്നെ വീണ്ടും 0. ഓക്കെ, ഫോർവേഡ് ബയാസ് ചെയ്യുമ്പോൾ ഇൻപുട്ടിലുള്ള അതേ വോൾട്ടേജ് ഔട്ട്പുട്ടിൽ വരും. റിവേഴ്സ് ബയാസ് ചെയ്ത് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് വോൾട്ടേജ് 0 ആവും. ഓക്കെ,
നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ ദ ഗിവൺ ഫിഗർ ഡയോഡ് ക്യാപിറ്റൽ ഡി ഈസ് കണക്റ്റഡ് ടു ആൻ എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് 100 ohm and an EMF of 3.5 volt. If the barrier potential developed across the diode is 0.5 volt, the current in the circuit will be. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, ഇത് ഏതെങ്കിലുമൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ വെറുതെ കിട്ടുന്ന മാർക്കാണ് നിങ്ങൾക്ക്. അതായത് ഇവിടെ ആകെ ഉള്ളത് 3.5 ആണ്, അതിൽ 0.5 ഇവിടെ പോകും, ബാക്കി 3 ആണ് ഇവിടെ വരിക. മനസ്സിലായില്ല? അപ്പോൾ കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കൂ, ഒരു കറണ്ട് ഇത് ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും. അപ്പോൾ ആ റെസിസ്റ്ററിലെ കറണ്ടാണ് സർക്യൂട്ടിലെ കറണ്ട്. റെസിസ്റ്ററിലെ വോൾട്ടേജ് 3 വോൾട്ട് ആണ്, റെസിസ്റ്റൻസ് 100 ohm ആണ്. അപ്പോൾ കറണ്ട് കാണാൻ നമ്മൾ എന്ത് ചെയ്യുക, 3/100 ആംപിയർ. ഓക്കെ, അതിനെ മില്ലി ആംപിയർ ആക്കാൻ 1000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അപ്പോൾ 30 മില്ലി ആംപിയർ വരും. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ, നെക്സ്റ്റ് ഇൻ അൻ എൻ ടൈപ്പ് സെമി കണ്ടക്ടർ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ട്രൂ? ഇലക്ട്രോൺസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ്. തെറ്റാണ്. എൻ ടൈപ്പിൽ ഹോൾസ് ആർ മൈനോറിറ്റി കാരിയേഴ്സ് ആൻഡ് പെൻഡാവാലന്റ് ആറ്റംസ് ആർ ഡോപ്പൻസ്. അത് കറക്റ്റാ. എവിടെ? എൻ ടൈപ്പ് സെമി കണ്ടക്ടറിൽ, റൈറ്റ്. നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇൻ അൻ അൺബയാസ്ഡ് പി എൻ ജംഗ്ഷൻ, ഓക്കെ, ഹോൾസ് ഡിഫ്യൂസ് ഫ്രം പി റീജിയൻ ടു എൻ റീജിയൻ ബിക്കോസ് ഓഫ് സി ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് ദ പി എൻ ജംഗ്ഷൻ അല്ല, ദി അട്രാക്ഷൻ ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് അല്ല, ഹയർ ഹോൾ കോൺസെൻട്രേഷൻ ഇൻ പി റീജിയൻ ദാൻ ദാറ്റ് ഇൻ എൻ റീജിയൻ. ഓക്കെ, അതാണ് ഹോൾസ് ഡിഫ്യൂസ് ചെയ്യാനുള്ള റീസൺ. Next, two ideal diodes are connected to battery as shown in figure. The current supplied by the battery is. അതിൽ നോക്കൂ, ഇവിടെ സെല്ലിൻ്റെ പോസിറ്റീവ് പോളാ, അപ്പോൾ അത് നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. അത് പിന്നെ എന്താ, D1 പറഞ്ഞു കഴിഞ്ഞാൽ ഫോർവേഡ് ബയാസ്ഡാ. D1 ഫോർവേഡ് ബയാസ്ഡ് ആണ്, D1 ഫോർവേഡ് ബയാസ്ഡ്, D2 റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, അപ്പോൾ ഈ ബ്രാഞ്ചിലൂടെ കറണ്ട് ഉണ്ടാവില്ല, റൈറ്റ്. പിന്നെന്താ, അപ്പോൾ കറണ്ട് സർക്കുലേറ്റ് ചെയ്തേ ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്യും കറണ്ട്. ഓക്കെ, അത് എത്രയാണെന്നുള്ളത് നമുക്ക് നോക്കാം. അവിടെ സി കറണ്ട് I = 5 വോൾട്ട് ഡിവൈഡ് ബൈ 10 ohm, അതായത് 0.5 ആംപിയർ വരും. ഓക്കെ, സി ഇൻ ദ ഫോളോയിങ് ഫിഗർ ദ ഡയോഡ്സ് വിച്ച് ആർ ഫോർവേഡ് ബയാസ്ഡ്. അപ്പോൾ നോക്കൂ, ഇത് ഇവിടെ നോക്കൂ, പോസിറ്റീവ് സൈഡിൽ +10 നെഗറ്റീവ് സൈഡിൽ എന്താ +5 ആണ്. അപ്പോൾ ഇത് ഫോർവേഡ് ബയാസ്ഡാ. ഫസ്റ്റ് വൺ ഫോർവേഡ് ബയാസ്ഡ് ആണ്, ദിസ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, ഇവിടെ നോക്കൂ, പി സൈഡിൽ -10 എൻ സൈഡിൽ 0 അപ്പോൾ ഇത് റിവേഴ്സ് ബയാസ്ഡ് ആണ്. സോ ദിസ് വൺ ഈസ് റിവേഴ്സ് ബയാസ്ഡ്. പിന്നെ ഇവിടെ -12, ഓക്കെ, അത് കുറവാണ്. ഇവിടെ -5 അത് കൂടുതലാണ്. സോ ദിസ് ഈസ് ഫോർവേഡ് ബയാസ്ഡ്. ഓക്കെ, ഇവിടെ നമുക്ക് സി ഇവിടെ +5 ഹയർ ആണ്, ഇവിടെ ലോവർ ആണ്. സോ ദിസ് ഈസ് റിവേഴ്സ് ബയാസ്ഡ്. ഓക്കെ, ഫോർവേഡ് ബയാസ്ഡ് ഏതൊക്കെയാണെന്നാ, അപ്പോൾ എയും സിയും ആണ്, എ ആൻഡ് സി. അതിൽ അവർ തന്നിരിക്കുന്നത് സി ആൻഡ് എ എന്നാ തിരിച്ചു തന്നിരിക്കുക. ഒന്ന് ആലോചിച്ച് നോക്കി, എന്തുവാ ചെയ്യുക. A Zener diode having breakdown voltage equal to 15 volt is used in a voltage regulator circuit shown in figure. The current through the diode is. അതിൽ നമ്മൾക്ക് നോക്കാം, സി ഇത് 15 വോൾട്ട് ആണ്, ദിസ് വൺ ഈസ് 15 വോൾട്ട്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, സി ഇവിടെ ഇതിലൂടെ വരുന്നത് സി 15 മില്ലി ആംപിയർ വരും. ഓക്കെ, 15 മില്ലി ആംപിയർ. കാരണം എന്താ, ഈ 1 കിലോ ഓമിന് അക്രോസുള്ള വോൾട്ടേജ് 15 വോൾട്ട് ആണ്. അപ്പോൾ അതിലൂടെയുള്ള കറണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 ഡിവൈഡഡ് ബൈ 1 കിലോ ഓം. ഇനി ആകെ സി നമുക്കുള്ളത് 20 വോൾട്ടാണ്, 20 വോൾട്ട്. ആ 20 വോൾട്ടിൽ നമ്മളിത് ഇവിടെ ഉള്ളത്, ഇവിടെ 15 ആണെങ്കിൽ ഇവിടെ വരുന്നത് 5 വോൾട്ട് ആണ്, 5 വോൾട്ട്. ഓക്കെ, അപ്പോൾ അവിടെയുള്ള കറണ്ട് എത്രയാണ്, 20 മില്ലി ആംപിയറാണ്. അപ്പോൾ നോക്കൂ, ഇവിടെ നിന്നത് ഈ റെസിസ്റ്ററിലൂടെ വരുന്നത് 20 മില്ലി ആംപിയർ, അതിൽ ഈ ലോഡിലൂടെ പോകുന്നത് 15 മില്ലി ആംപിയർ. അപ്പോൾ ഈ ഡയോഡിലൂടെ വരുന്നത് എന്താവും, ഡയോഡിലൂടെ വരുന്നത് 5 മില്ലി ആംപിയർ ആവും, 5 മില്ലി ആംപിയർ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ പറയാം, 5 മില്ലി ആംപിയർ. ഓക്കെ, Zener diode is used for എന്താ, വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ ആണ്, വോൾട്ടേജ് സ്റ്റെബിലൈസേഷൻ. Next, in a full wave rectifier circuit is operating from say 50 Hz means the fundamental frequency in the ripple will be 100 Hz. അതായത് സി ഇവിടെ ഇപ്പം എന്താണെന്ന് അറിയോ, നമുക്ക് ഇതാണ് ഇൻപുട്ട്. ഓക്കെ, അവിടെ ഇപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് പറയുകയാണെങ്കിൽ ഔട്ട്പുട്ട് ഇങ്ങനെയാണ് വരിക. ഓക്കെ, അതായത് ഇൻപുട്ട് നോക്കൂ, ഒരു സൈക്കിൾ ഇൻപുട്ട് ഇതാണ് ഒരു സൈക്കിൾ, ആ സമയം കൊണ്ട് ഔട്ട്പുട്ട് 2 സൈക്കിൾസ് ഉണ്ടാക്കും.
ഓക്കെ, ഔട്ട്പുട്ടിൽ ദിസ് ഇറ്റ് സെൽഫ് ഈസ് എ സൈക്കിൾ. അപ്പോൾ ഇൻപുട്ടിൻ്റെ ഫ്രീക്വൻസി 50 ആണെങ്കിൽ ഔട്ട്പുട്ടിൻ്റെ ഫ്രീക്വൻസി 100 ഹെർട്സ് വരും. ഓക്കെ, ഫുൾ വേവ് റെക്ടിഫയറിൽ. Next, a DC battery of V volt is connected to a series combination of a resistor capital R and an ideal diode capital D as shown in figure below. The potential difference across capital R will be. അതിൽ see this is forward biased. അപ്പോൾ ഈ വോൾട്ടേജ് ഫുള്ള് റെസിസ്റ്ററിന് അക്രോസ് വരും. ഓക്കെ, അപ്പോൾ V when diode is forward biased. Okay, in forward bias the width of potential barrier in a PN junction diode decreases. Forward bias ചെയ്തു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് പീസ് ഓഫ് കോപ്പർ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടക്ടർ ആണ്. ആൻഡ് ഓഫ് ജെർമേനിയം അത് സെമി കണ്ടക്ടർ ആണ്. കൂൾഡ്, തണുപ്പിച്ചു ഫ്രം റൂം ടെമ്പറേച്ചർ ടു 80 കെൽവിൻ. അതിൽ നമ്മൾ കൂൾ ചെയ്ത് കഴിഞ്ഞാൽ സെമി കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കൂടും. ഓക്കെ, കണ്ടക്ടറിൻ്റെ റെസിസ്റ്റൻസ് കുറയും. റെസിസ്റ്റൻസ് ഓഫ് കോപ്പർ വിൽ ഡിക്രീസ് വൈൽ ദാറ്റ് ഓഫ് ജെർമേനിയം വിൽ ഇൻക്രീസ്. ഇതാ, അതിൽ ജെർമേനിയം സെമി കണ്ടക്ടറാണ്, കോപ്പർ കണ്ടക്ടറാണ്. നെക്സ്റ്റ്, ഫോർ ദി ഫോളോയിങ് ലോജിക് സർക്യൂട്ട്. അപ്പോൾ ഇവിടെ നോക്കൂ കേട്ടോ, ഇവിടെ എ ഉണ്ട്. അപ്പോൾ ഇതൊരു ഇൻവേർട്ടർ ആണ് അല്ലെങ്കിൽ നോട്ട് ഗേറ്റ് ആണ്. അപ്പോൾ ഇവിടെ എ കോംപ്ലിമെൻറ്റ് വരും, ഇവിടെ ബി കോംപ്ലിമെൻറ്റ് വരും. ഇത് ഒരു നാൻ ഗേറ്റ് ആണ്, നാൻ ഗേറ്റാണ്. ഓക്കെ, അപ്പോൾ ആ നാൻ ഗേറ്റിലേക്ക് നമ്മൾ അത് മൾട്ടിപ്ലൈ ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യുന്ന. അപ്പോൾ എ കോംപ്ലിമെൻറ്റ്, ബി കോംപ്ലിമെൻറ്റ്, ഹോൾ കോംപ്ലിമെൻറ്റ്. ഓക്കെ, അപ്പോൾ ഡി മോർഗൻസ് തിയറം വെച്ചിട്ട് നമുക്ക് എന്താ വരിക, എ ഓർ ബി വരും. അതായത് ഇറ്റ് ഈസ് ആൻ ഓർ ഗേറ്റ്. ഓർ ഗേറ്റ് എന്ന് പറഞ്ഞാൽ 0 മാത്രം ഔട്ട്പുട്ട് 0, ബാക്കിയുള്ള 3 കോമ്പിനേഷനിലും ഔട്ട്പുട്ട് 1 ആണ്. ഓക്കെ, 0 മാത്രം ഔട്ട്പുട്ട് 0, ബാക്കിയുള്ള 3 കോമ്പിനേഷനിലും ഔട്ട്പുട്ട് 1 ആണ് എന്ന് പറഞ്ഞാൽ ഈ സാധനമാണ്, അതായത് സെക്കൻഡ് ഓപ്ഷൻ. ഓക്കെ, 0 ഔട്ട്പുട്ട് 0 ആണ്, ബാക്കിയുള്ള 3ലും ഔട്ട്പുട്ട് 1 ആണ്. റൈറ്റ്. നെക്സ്റ്റ്, ഐഡന്റിഫൈ ദ ഇക്വലന്റ് ലോജിക് ഗേറ്റ് റെപ്രസെൻറ്റഡ് ബൈ ദ ഗിവൺ സർക്യൂട്ട്. ഇവിടെ നോക്കൂ കേട്ടോ, ഇവിടെ ഇത് പോസിറ്റീവ് പോളാ. അവിടെ നിന്ന് ഇങ്ങനെ വരുന്ന കറണ്ട് നോക്കൂ, ഇതുവഴി പോകണമെങ്കിൽ ഒന്നുകിൽ ഇത് ഓൺ ആവണം, ഓക്കെ, അല്ലെങ്കിൽ ഇത് ഓൺ ആവണം. ഏതെങ്കിലും ഒന്ന് ഓൺ ആയാൽ മതി, അല്ലെങ്കിൽ രണ്ടും ഓൺ ആയാൽ മതി. അപ്പോഴൊക്കെ ബൾബ് ഗ്ലോ ചെയ്യും. അതായത് ഔട്ട്പുട്ട് ഈസ് 1 വെൻ either A or B or both are 1 means it is an OR gate. ഓക്കെ, OR ഗേറ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇറ്റ് ഈസ് an OR gate. ഓക്കെ, പിന്നെ അടുത്തത് ഇവിടെ നോക്കൂ, ഇവിടെ എ ഉണ്ട്, ബി ഉണ്ട്, റൈറ്റ്. അപ്പോൾ ദിസ് ഈസ് എ നാൻ ഗേറ്റ്, എ ബി കോംപ്ലിമെൻറ്റ് വരും. ഓക്കെ, പിന്നെ ഇവിടെ നോക്കൂ, ഇതൊരു ഇൻവേർട്ടർ ആണ്. അപ്പോൾ ഇവിടെ വരുന്നത് എന്താവും, എ കോംപ്ലിമെൻ്റ് ആവും, റൈറ്റ്. പിന്നെ വരുന്നത് ബി നേരിട്ടുണ്ട്. അപ്പോൾ രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കോംപ്ലിമെൻറ്റ് ചെയ്യും. അതായത് എ കോംപ്ലിമെൻറ്റ്, ബി ഹോൾ കോംപ്ലിമെൻറ്റ്, റൈറ്റ്. ഇതൊരു ആൻഡ് ഗേറ്റ് ആണ്. ഇൻപുട്ടിൽ വരുന്ന രണ്ടും കൂടെ മൾട്ടിപ്ലൈ ചെയ്യും. ഓക്കെ, അപ്പോൾ ദേ ഇങ്ങനെ വരും. ഇതിൽ ഈ എ ബി ഹോൾ കോംപ്ലിമെൻ്റ് ഉണ്ടല്ലോ, അത് ഡി മോർഗൻസ് തിയറം വെച്ച് നമുക്ക് എന്താ പറയാം, എ കോംപ്ലിമെൻറ്റ് ഓർ ബി കോംപ്ലിമെൻറ്റ്. പ്ലസ് എന്നാണ്, പ്ലസ് എന്ന് വായിക്കുകയാണെങ്കിൽ നിങ്ങൾ ശരിക്കും ഓർന്നേ വായിക്കാവുന്ന. പക്ഷേ ഇപ്പോൾ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ്, പിന്നെ അടുത്ത് എന്താ വരിക, അടുത്ത് എ പ്ലസ് ബി കോംപ്ലിമെൻറ്റ് വരും. ഓക്കെ, ഇത് നമ്മൾ ആ റൂൾസ് ഓഫ് ബൂളിയൻ ആൾജിബ്രയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എ ഓർ ബി, ഓക്കെ, ഇൻറ്റു എ ഓർ സി, ദിസ് ഈസ് ഈക്വൽ ടു എ ഓർ ബി സി എന്നാണ്, എ ഓർ ബി സി. അപ്പോൾ എ ഇത് രണ്ടെണ്ണത്തിലും വരണം. ഇവിടെ അതിന് പകരം വന്നിരിക്കുന്നത്, എക്ക് പകരം വന്നിരിക്കുന്നത് ബി കോംപ്ലിമെൻറ്റ് ഓർ എ ഇൻറ്റു ബി കോംപ്ലിമെൻറ്റ് ഓർ എ ഡാഷ്. അപ്പോൾ അതെന്താ വരിക, ബി കോംപ്ലിമെൻറ്റ്സ് ഓർ എ ഡാഷ് വരും. ബി കോംപ്ലിമെൻറ്റ് ഓർ എ ഡാഷ്. അതിൽ എ കോംപ്ലിമെൻറ്റ്, എ ഡാഷ് അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ്. അപ്പോൾ ഈ എ കോംപ്ലിമെൻറ്റ് എപ്പോഴും 0 ആണ്. അപ്പോൾ ഈ ഔട്ട്പുട്ടിൽ വരും എന്താ, ബി കോംപ്ലിമെൻറ്റാണ്. ഓക്കെ, ബി കോംപ്ലിമെൻറ്റ്സ്. അതായത് ബി 0 ആവുമ്പോഴാണ് ഔട്ട്പുട്ട് 1 ആവുക. ഓക്കെ, ബി 0 ആവുമ്പോഴൊക്കെ ഔട്ട്പുട്ട് 1 ആവണം. ഇവിടെ ഔട്ട്പുട്ട് 1 ആണ്, ബി 0 ആണ്. ഇവിടെ ഔട്ട്പുട്ട് 1 ആണ്, ബി 1 പറ്റില്ല. ഓക്കെ, ഇവിടെ നോക്കൂ, ബി 0 ആണ്, ഔട്ട്പുട്ട് 1 ആണ്, ബി 0 ആണ്, ഔട്ട്പുട്ട് 1 ആണ്, ബി 1 ആണ്, ഔട്ട്പുട്ട് 0 ആണ്. അപ്പോൾ ഇത് ഫൈൻ. ഓക്കെ, ഇത് കറക്റ്റാണ്, റൈറ്റ്. ഇവിടെ നോക്കൂ, ഈ എ കോംപ്ലിമെൻ്റ് എന്നാണ്. ഓക്കെ,
ഈ എ എന്ന് പറയുന്ന ഒരു ബൈനറി വേരിയബിൾ ആണ്. ഇറ്റ് ക്യാൻ ടേക്ക് ഐദർ A1 ഓർ A0 എന്നാ. ഈ എ എന്താണെങ്കിലും എ കോംപ്ലിമെൻ്റ് അതിൻ്റെ ഓപ്പോസിറ്റാണ്. അപ്പോൾ ഈ എയും എ കോംപ്ലിമെൻറ്റും വരുമ്പോൾ അതിൽ ഒന്ന് 1ഉം ഒന്ന് 0 ആയോ, അപ്പോൾ ആ പ്രോഡക്റ്റ് എപ്പോഴും 0 വരും. ഓക്കെ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. പിന്നെ അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് കോൾഡ് യൂണിവേഴ്സൽ ഗേറ്റ്. 2 ഗേറ്റാണ് ഉള്ളത് യൂണിവേഴ്സൽ ഗേറ്റ്, നാൻഡ് ഗേറ്റും നോർ ഗേറ്റും. യൂണിവേഴ്സൽ ഗേറ്റ് പറഞ്ഞാൽ ബാക്കിയുള്ള എല്ലാ ഗേറ്റ്സും നമുക്ക് അത് മാത്രം വെച്ചുണ്ടാക്കാം. നാൻഡ് ഗേറ്റ് മാത്രം വെച്ച് എല്ലാ ഗേറ്റും ഉണ്ടാക്കാം, നോർ ഗേറ്റ് മാത്രം വെച്ച് എല്ലാ ഗേറ്റും ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെ ഉള്ളത് നാൻഡ് ഗേറ്റ് ആണ്, ദാറ്റ് ഈസ് എ യൂണിവേഴ്സൽ ഗേറ്റ്. നെക്സ്റ്റ്, ഫോർ ദ ഗിവൺ സർക്യൂട്ട് ദ ഇൻപുട്ട് ഡിജിറ്റൽ സിഗ്നൽസ് ആർ അപ്ലൈഡ് അറ്റ് ദ ടെർമിനൽസ് A, B ആൻഡ് C. വാട്ട് വുഡ് ബി ദ ഔട്ട്പുട്ട് അറ്റ് ദ ടെർമിനൽ Y? അതിൽ ഇവിടെ നമുക്ക് സി നോക്കാം. ഇവിടെ സി, ഇവിടെ എ ഉണ്ട്, ബി, എ ബി, പിന്നെന്താ BC ഹോൾ കോംപ്ലിമെൻറ്റ്സ്. അപ്പോൾ AB ദെൻ AB പ്ലസ് B കോംപ്ലിമെൻറ്റ് പ്ലസ് C കോംപ്ലിമെൻറ്റ്സ്. അതിൽ നോക്കൂ, നമ്മൾ ഈ 1ഉമായിട്ട് എന്ത് ആഡ് ചെയ്താലും 1 കിട്ടുക. അപ്പോൾ B0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവും. ഓക്കെ, അതുപോലെ C0 ആണെങ്കിൽ ഔട്ട്പുട്ട് 1 ആവും. B0 ആണെങ്കിൽ എന്താണെന്നോ, B കോംപ്ലിമെൻറ്റ് 1 ആണ്, പിന്നെ ബാക്കിയുള്ളത് എന്തായാലും കുഴപ്പമില്ല, ഔട്ട്പുട്ട് 1 ആണ്. അതുപോലെ C0 ആണെങ്കിൽ എന്താ, C0 ആണെങ്കിൽ C കോംപ്ലിമെൻറ്റ് 1 ആണ്, അപ്പോൾ പിന്നെന്താ ബാക്കിയുള്ള ഇതെല്ലാം എന്തെന്നെയാണെങ്കിലും ഔട്ട്പുട്ട് 1 ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ നോക്കാം. ഇവിടെ ഫസ്റ്റ് ഇവിടെ എന്താ, ഇവിടെ B0 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 1 ആവും. ഓക്കെ, പിന്നെ അടുത്തതിൽ ഇവിടെ നോക്കൂ, ഇവിടെ എന്താ C0 ആണ്, ഇതാ ഇവിടെ C0 ആണ്, അപ്പോൾ ഔട്ട്പുട്ട് 1 ആവും. ഇവിടെയും C0 ആണ്, ഔട്ട്പുട്ട് 1 ആവും. ഓക്കെ, ഇവിടെ B0 ആണ്, ഔട്ട്പുട്ട് 1 ആവും. ഓക്കെ, പിന്നെ ഇവിടെ എന്താ, ഇവിടെയും B0 ആണ്, ഔട്ട്പുട്ട് 1 ആവും. അതായത് ത്രൂ ഔട്ട്പുട്ട് 1 ആവും എന്നർത്ഥം. അതായത് ഔട്ട്പുട്ട് 1 ആവാൻ ഒന്നുകിൽ B അല്ലെങ്കിൽ C0 ആയാൽ മതി. എല്ലാ ഇൻ്റർവെലിലും ഒന്നുകിൽ B അല്ലെങ്കിൽ C0 ആണ്. ഇവിടെ നോക്കൂ, ഇതാ ഇവിടുന്ന് ഇവിടം വരെ B0 ആണ്. ഓക്കെ, പിന്നെ ഈ ഗ്യാപ്പിൽ C0 ആണ്. ഓക്കെ, പിന്നെ ഇവിടുന്ന് അങ്ങോട്ട് Bയും Cയും 0 ആണ്. ഓക്കെ, BO CO 0 ആയി കഴിഞ്ഞാൽ ഔട്ട്പുട്ട് 1 ആവുന്ന. അപ്പോൾ ത്രൂ ഔട്ട്പുട്ട് 1 ആണ്. അതായത് +5 വോൾട്ട് വരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ് കറക്റ്റ് ഓപ്ഷൻ വരിക. റൈറ്റ്. നെക്സ്റ്റ്, ഇവിടെ കറക്റ്റ് ബൂളിയൻ ഓപ്പറേഷൻ റെപ്രസെൻറ്റഡ് ബൈ ദ സർക്യൂട്ട് ഈസ്. അതിൽ നോക്കൂ, ഇവിടെ എന്താണോ, ഇതിൽ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓഫ് ആണെങ്കിൽ തുറന്നു കഴിഞ്ഞാൽ ഇത് കറണ്ടിന് ഇങ്ങനെ വരാൻ കഴിയൂല. ഇങ്ങനെ വരണമെങ്കിൽ എന്താ, 2 സ്വിച്ചും എന്താവണം, 2 സ്വിച്ചും ഓൺ ആവണം. അപ്പോൾ 2 സ്വിച്ചും ഓൺ ആണെങ്കിൽ ഇതുവഴി കറണ്ട് വരില്ല, ബൾബിലൂടെ കറണ്ട് ഉണ്ടാവില്ല, ബൾബ് ഓഫാണ്. 2 സ്വിച്ചും ഓൺ ആവുമ്പോൾ ബൾബ് ഓഫാണ്. അതായത് ഇൻപുട്ടിൽ 2ഉം 1 ആവുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 0 ആണ്. ഇൻപുട്ടിൽ 2ഉം 1 ആവുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 0 ആണ് പറഞ്ഞാൽ അത് സംഭവിക്കുക എവിടെ, നാൻഡ് ഗേറ്റിലാണ്. ഓക്കെ, 1ന് 0 വരെ നാൻഡ് ഗേറ്റിലാണ്. സോ ദിസ് മസ്റ്റ് ബി എ നാൻഡ് ഗേറ്റ്. നെക്സ്റ്റ്, ഇവിടെ എന്താണെന്നറിയോ, ഇവിടെ നോക്കൂ, ഇത് രണ്ട് സ്വിച്ച് ഓപ്പൺ ആണെന്ന് വിചാരിക്കുക. 2 സ്വിച്ചും ഓപ്പൺ ആണെങ്കിൽ നോക്കൂ, ഇവിടുന്ന് വരുന്ന കറണ്ട് ദേ ഇങ്ങനെ ബൾബിലൂടെ പോവും, ബൾബ് ഗ്ലോ ചെയ്യും. ഓക്കെ, ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഏതെങ്കിലും ഒരു സ്വിച്ച് ഓൺ ആണെന്ന് വിചാരിച്ചോ, ദേ ഒരു സ്വിച്ച് ഓൺ ആണെങ്കിൽ ഇത് അങ്ങനെ വരും ഗ്രൗണ്ടിലേക്ക്, ബൾബ് ഓൺ ആവില്ല. ഓക്കെ, ഇനിയിപ്പോൾ രണ്ടാമത്തെ സ്വിച്ച് ഓൺ ആണെങ്കിലും അപ്പോഴും ബൾബ് ഓൺ ആവില്ല. 2 സ്വിച്ചും ഓൺ ആണെങ്കിലും ബൾബ് ഓൺ ആവില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ ഔട്ട്പുട്ട് 1 കിട്ടുന്നത്, ഔട്ട്പുട്ട് 1 കിട്ടുന്നത് 2 സ്വിച്ചും ഓഫ് ആവുമ്പോഴാണ്. അതായത് 0 മാത്രം ഔട്ട്പുട്ടിൽ 1 വരും. ഓക്കെ, സോ ഇറ്റ് ഈസ് എ നോർ ഗേറ്റ്സ്. ഓക്കെ, നോർ ഗേറ്റ്സ്. നെക്സ്റ്റ്, നമുക്ക് ഇൻ ദ കോമ്പിനേഷൻ ഓഫ് ദി ഫോളോയിങ് ഗേറ്റ്സ് ദ ഔട്ട്പുട്ട് Y ക്യാൻ ബി റിട്ടൺ ഇൻ ടേംസ് ഓഫ് ഇൻപുട്ട്സ് A ആൻഡ് B ആസ്. ഓക്കെ, ഇവിടെ A വരുന്നു, ഇവിടെ B കോംപ്ലിമെൻറ്റ് വരുന്നു. കാരണം എന്താണ്, Bയെ നമ്മൾ ഇൻവേർട്ട് ചെയ്തിട്ട് അവിടെ കൊണ്ടുവരുന്നത്. ഓക്കെ, ഇവിടെ A കോംപ്ലിമെൻറ്റ് B. ഓക്കെ, അപ്പോൾ ഇത് ഇത് എന്താ ആൻഡ് ഗേറ്റ് ആണ്, ഇതും ആൻഡ് ഗേറ്റ് ആണ്. അത് കഴിഞ്ഞിട്ട് ഒരു ഓർ ഗേറ്റ് ഉണ്ട്. അപ്പോൾ A B കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് B. ഇതിന് നമ്മൾ പറയുക XOR എന്നാണ്. XOR ഫംഗ്ഷൻ എന്നാണ് ഇതിന് പറയുക. A B കോംപ്ലിമെൻറ്റ് പ്ലസ് A കോംപ്ലിമെൻറ്റ് B. ഓക്കെ, അതേ നമ്മളോട് ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. ഇറ്റ് ഈസ് ആൻ എക്സ്ക്ലൂസീവ് ഓർ ഫംഗ്ഷൻ. നെക്സ്റ്റ്, ദ ഗിവൺ ഇലക്ട്രിക് നെറ്റ്വർക്ക് ഈസ് ഈക്വലന്റ് ടു. അതിൽ നോക്കൂ, ഫൈനലി നമുക്ക് കിട്ടുന്നത് A+B ഹോൾ കോംപ്ലിമെൻ്റ് ആണ്. A+B ഹോൾ കോംപ്ലിമെൻറ്റ്.
ഓക്കെ, എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സി ദാറ്റ് ഈസ് നോർ ഗേറ്റ്. ഇതൊരു നോർ ഗേറ്റാ. ഓക്കെ, ആ നോർ ഗേറ്റ് പിന്നെന്താ, നമ്മളൊരു ഇൻവേർട്ടറിലൂടെ പാസ് ചെയ്തപ്പോൾ ഓറായി, അതിന് വീണ്ടും ഒരു ഇൻവേർട്ടറിലൂടെ പാസ് ചെയ്തു, അപ്പോൾ വീണ്ടും നോറായി. ഓക്കെ, നെക്സ്റ്റ് ഇവിടെ ടു ഗെറ്റ് ഔട്ട്പുട്ട് 1 ഫോർ ദി ഫോളോയിങ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് എന്താ, ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് 1 ആവണമെങ്കിൽ ഇവിടെ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് 1 ആവണം, സിയും 1 ആവണം. സി 1 ആവണം, എയോ ബിയോ ഏതെങ്കിലും ഒന്ന് 1 ആവണം. അതിൽ നോക്കൂ, സി ഇവിടെ ഒന്നും സി 1 അല്ല, സി 1 ആവുന്നത് ഇവിടെ മാത്രം. ഇവിടെ എയോ ബിയോ ഏതെങ്കിലും ഒന്ന് 1 ആയാൽ മതി. അപ്പോൾ ദേ ഇവിടെ ഔട്ട്പുട്ട് 1 ആവും. ഓക്കെ, ദ സി ആയിട്ടാണ് നമ്മൾ എ പ്ലസ് ബി മൾട്ടിപ്ലൈ ചെയ്യണത്. അപ്പോൾ സി 1 ആവണം, എ പ്ലസ് ബിയും 1 ആവണം. എ പ്ലസ് ബി 1 ആവണം, എയോ ബിയോ ഏതെങ്കിലും ഒന്നെങ്കിലും 1 ആയാൽ മതി. ഓക്കെ, അപ്പോൾ ഇവിടുത്തെ ഈ 3 ഓപ്ഷനിലും സി 0 ആണ്, പിന്നെ നോക്കണ്ട. പിന്നെ ഇവിടെ സി 1 ആണ്, അവിടെ നോക്കൂ എയും 1 ആണ്. അപ്പോൾ ഇത് 1 വരും, അതുപോലെ ഇതും 1 വരും, ഔട്ട്പുട്ട് 1 വരും. ഓക്കെ, നെക്സ്റ്റ് വിച്ച് ലോജിക് ഗേറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ ഫോളോയിങ് കോമ്പിനേഷൻ ഓഫ് ലോജിക് ഗേറ്റ്സ്. ഇവിടെ എ ഉണ്ട്, സി ഇതൊരു ഇൻവേർട്ടർ ആണ്, അപ്പോൾ എ കോംപ്ലിമെൻറ്റ് വരും. ഇവിടെ ബി ഉണ്ട്, ഒരു ഇൻവേർട്ടർ ആണ്, ഇൻവേർട്ടർ അല്ലെങ്കിൽ നോട്ട് ഗേറ്റ്, രണ്ട് സെയിമാ. ഓക്കെ, നോട്ട് ഗേറ്റിൻ്റെ പറയുന്നതാണ് നമ്മൾ ഇൻവേർട്ടർ എന്ന്. അപ്പോൾ ബി കോംപ്ലിമെൻറ്റ്. ഇതൊരു നോർ ഗേറ്റാണ്, അതായത് ആഡ് ചെയ്തിട്ട് കോംപ്ലിമെൻറ്റ് ചെയ്യും. അപ്പോൾ എ കോംപ്ലിമെൻറ്റ് പ്ലസ് ബി കോംപ്ലിമെൻറ്റ് ഹോൾ കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് എ ബി, ഓർ ഇറ്റ് ഈസ് ആൻ ആൻഡ് ഗേറ്റ്സ്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ ദ ഔട്ട്പുട്ട് ഫ്രം എ NAND ഗേറ്റ് ഈസ് ഡിവൈഡഡ് ഇൻ ടു 2 ഇൻ പാരലൽ and fed to another NAND gate. The resulting gate is A. അതിൽ NAND ഗേറ്റ് ആണ്. NAND ഗേറ്റ് ആവുമ്പോൾ നോക്കൂ, ഇവിടെ നോക്കൂ എന്താ, ദിസ് ഈസ് ആൻ ഇൻവേർട്ടർ. ഓക്കെ, ഇത് ഇൻവേർട്ടറാണ്. ആ ഇൻവേർട്ടറിലൂടെ പാസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കിട്ടുന്ന പിന്നെ കിട്ടുന്നത് ആൻഡ് ഗേറ്റ് ആണ്. റൈറ്റ്, ആൻഡ് നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇവിടെ എന്താ, ഫസ്റ്റ് ഒരു NAND ഗേറ്റ് ആണ്, അപ്പോൾ എ ബി കോംപ്ലിമെൻറ്റ്. പിന്നെ ഇതൊരു ഇൻവേർട്ടർ ആണ്, സോ വി വിൽ ഗെറ്റ് എ ബി. Okay, അപ്പോൾ x equal to AB, this one, right? Next, symbolic representation of 4 logic gates are shown. ഇതൊരു OR gate ആണ്, ഇത് AND gate ആണ്, ഇത് NOT gate ആണ്, ഇത് NAND gate ആണ്. Pick out which ones are AND, NAND and NOT. AND 2 ആണ്, NAND 4 ആണ്, അപ്പോൾ 2 4 3 2 4 3 2 4 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വരും. ഓക്കെ, നെക്സ്റ്റ് ദ സർക്യൂട്ട് നോർ ഗേറ്റ് ഉണ്ട്, ഇത് പിന്നെ ഒരു ഇൻവേർട്ടർ ആണ്. ഓക്കെ, അപ്പോൾ ഇവിടെ ഓർ ഗേറ്റ് വരും, പിന്നെ ഒരു ഇൻവേർട്ടർ ഉണ്ട്, അപ്പോൾ നോർ ഗേറ്റ് വരും. ഓക്കെ, സോ ദിസ് വൺ. നൗ ലെറ്റ്സ് സീ വാട്ട് വി ഹാവ് നെക്സ്റ്റ്. ഇൻ ദ ഫോളോയിങ് സർക്യൂട്ട് ദ ഔട്ട്പുട്ട് y ഫോർ ഓൾ പോസിബിൾ ഇൻപുട്സ് a ആൻഡ് b is expressed by the truth table. ഫസ്റ്റ് ഇതൊരു നോർ ഗേറ്റ് ആണ്, ഇതൊരു ഇൻവേർട്ടർ ആണ്, അപ്പോൾ ഓർ ഫംഗ്ഷനാണ്. ഓർ അതായത് രണ്ടും 0 ആകുമ്പോൾ മാത്രമേ ഔട്ട്പുട്ട് 0 ആവുള്ളൂ. രണ്ടും 0 ആകുമ്പോൾ മാത്രം ഔട്ട്പുട്ട് 0 ആവുക പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. ഓക്കെ, നെക്സ്റ്റ് ദ ഔട്ട്പുട്ട് ഓഫ് ഓർ ഗേറ്റ് ഈസ് 1 if either input is 0, if both inputs are 0, if either or both inputs are 1. Okay, which of the following gates will have an output of 1? അതിൽ ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0, ഇവിടെ ആഡ് ചെയ്ത് കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 0, ഇവിടെ മൾട്ടിപ്ലൈ ചെയ്ത് കോംപ്ലിമെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1 വരും. ഓക്കെ, അപ്പോൾ ദേ സി ആണ്, അതായത് ഇതാണ് ആൻസർ, സി. ഓക്കെ.